മെനുവിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പഞ്ചാബി ചിക്കൻ വിഭവം ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ മുർഗി മഖാനി രുചിയൂറുന്ന അമുൽ ബട്ടറിൽ പാകം ചെയ്യുകയാണെങ്കിൽ ഏത് ഭക്ഷണപ്രിയനെയും പ്രലോഭിപ്പിക്കും. നിങ്ങൾക്കാവശ്യമുള്ള ചേരുവകൾ: മൃദുവായി വേവിച്ച എല്ലില്ലാത്ത ചിക്കൻ 450 ഗ്രാം, രുചിയൂറുന്ന അമുൽ ബട്ടർ 250 ഗ്രാം പാക്ക്, അമുൽ മസ്തി ദഹി, അമുൽ ഫ്രഷ് ക്രീം 1 പാക്ക്, തക്കാളി 2 മുറി കുഴമ്പാക്കിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ, കശുവണ്ടി പേസ്റ്റ് 1 ടീസ്പൂൺ, നാരങ്ങാനീര് 1/2 ടീസ്പൂൺ, വെള്ളം. നിങ്ങൾക്കാവശ്യമുള്ള മസാലകൾ: പച്ച ഏലക്ക 3 ടീസ്പൂൺ, കറുവാപ്പട്ട 1 കഷണം, ഗ്രാമ്പൂ 2 ടീസ്പൂൺ, മുളകുപൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കസൂരി ഉലുവ വറുത്തത് 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ചിക്കൻ മസാല ചേർത്ത് വെക്കുക എന്നതാണ് ആദ്യഘട്ടം. ഈ പ്രത്യേക ബട്ടർ ചിക്കനിൽ നമ്മൾ 2 പ്രാവശ്യം മസാല പുരട്ടണം. നാരങ്ങാനീര്, ഉപ്പ്, മുളകുപൊടി എന്നിവ ചിക്കനുമായി മിക്സ് ചെയ്തതിനു ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അതുവഴി ചിക്കനിൽ നനവ് പിടിക്കുകയും മസാല ഇറച്ചിയിൽ നല്ലതുപോലെ പിടിക്കുകയും ചെയ്യും. ഇനി 2 മുറി തക്കാളി മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കുക. രണ്ടാമത്തെ മാരിനേഷനു വേണ്ടി കസൂരി ഉലുവ, മഞ്ഞൾ, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ 1/2 കപ്പ് അമുൽ മസ്തി ദഹിയോടൊപ്പം ചിക്കനിൽ ചേർക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം അരമണിക്കൂർ കൂടി റെഫ്രിജറേറ്റ് ചെയ്യുക. തൈരും മസാലകളും ചിക്കനിൽ പിടിച്ചു കഴിയുമ്പോൾ വേവിക്കാം. 2 ടേബിൾ സ്പൂൺ അമുൽ ബട്ടർ ചേർത്ത് അത് ഉരുകാൻ അനുവദിക്കുക. ഇപ്പോൾ ഇതോടൊപ്പം ചിക്കൻ ചേർക്കുക. നന്നായി ഇളക്കി നല്ല പാകമാകുന്നതുവരെ വേവിക്കുക. അടുത്തതായി ചാറിനായി അല്പം ആഴമുള്ള പാനിൽ 5 ടേബിൾ സ്പൂൺ അമുൽ ബട്ടർ ചേർക്കുക. ഇനി ഗ്രാമ്പു, കറുവാപ്പട്ട, പച്ച ഏലക്ക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് വെണ്ണയിൽ വഴറ്റുക. ഏകദേശം 1/2 മിനിറ്റിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക. തീ നല്ലതുപോലെ കുറയ്ക്കുക. അതിനുശേഷം മുളകുപൊടി ചേർക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഉപ്പ് ചേർക്കുക. ഈ മിശ്രിതം ചാറ് നല്ലതുപോലെ കുറുകുന്നതുവരെ ഇളക്കുക. തുടർന്ന് കശുവണ്ടി പേസ്റ്റ് ചേർക്കുക. നന്നായി വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഇനി ഈ ഗ്രേവിയിലേക്ക് ചേർക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക. ചേരുവകളുടെ സത്തും വെണ്ണയും ചിക്കൻ ഉള്ളിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. ആ പ്രക്രിയയെ സഹായിക്കുന്നതിനായി ചട്ടി അടച്ചുവെച്ച് ഏകദേശം 5 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ തീ ചെറുതാക്കി വെക്കുക. ഇനി കുറച്ച് ഗരം മസാല ചേർക്കുക. രുചി കൂട്ടുന്നതിനായി അല്പം വറുത്ത കസൂരി ഉലുവയും ചേർത്ത് നന്നായി ഇളക്കുക. ബട്ടർ ചിക്കൻ ഇപ്പോൾ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇതിനെ കൂടുതൽ ആസ്വാദ്യകരവും കൊഴുത്തതുമാക്കാൻ അവസാനം ഒരു ചേരുവ കൂടി ചേർക്കുക: അമുൽ ഫ്രഷ് ക്രീം. ഗ്രേവിയുടെ നിറം മാറുന്നതുവരെയും വെണ്ണ നന്നായി മിക്സ് ആകുന്നതുവരെയും നന്നായി ഇളക്കുക. അതിനുശേഷം 2-3 മിനിറ്റ് ചെറുതീയിൽ വേവിക്കുക. ആസ്വാദ്യകരവും സമ്പന്നവുമായ മുർഗി മഖാനി തയ്യാറായി കഴിഞ്ഞു. ഈ ഹോം മെയ്ഡ് ബട്ടർ ചിക്കൻ അമുൽ ആരോഗ്യാവഹമായ നന്മ കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയതാണ്. വീട്ടിലുള്ള എല്ലാ ഭക്ഷണപ്രിയർക്കും ഇത് ഇഷ്ടമാകും.